ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിന്ന് ബാക്കിനും ബൈസെപ്സിനും ഒക്കെ ആയിരുന്നു വർക്കൗട്ട് ചെയ്തത് കേട്ടോ. ബാക്കിന് നമ്മൾ ഡ്രോപ്പ് സെറ്റ്സ് ഒക്കെ കുറേ ചെയ്തു. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടും കാര്യങ്ങളും കൊടുത്തേ. പിന്നെ ഷ്രക്സ് ചെയ്തു, റിയർ ഡെൽറ്റോയിഡിന് ഒരു വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ബൈസെപ്സിനകത്തോട്ടാണ് വന്നത്. ബൈസെപ്സിന് ഏകദേശം 3 വർക്കൗട്ട്സ് കൊടുത്തു. കമ്പൈൻ സെറ്റ്സ് 2 എണ്ണം കൊടുത്തു. പിന്നെ അല്ലാതെ നമ്മുടെ ബാർബെല്ലും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം സുനിറേട്ടൻ ഇതാ താമസിച്ച് വന്നിട്ട് അരവിന്ദിൻ്റെ കൂടെയാണ് ഇന്നും വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത്. നാളെ തൊട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ പങ്കീസിൽ പോയി. പങ്കീസിൽ പോയിട്ട് ഞാൻ റോബസ്റ്റോ പഴവും ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് സമയം അവിടെ സംസാരിച്ച് നിന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നേ. ഉണ്ണിച്ചേട്ടനോട് കുറച്ച് സമയം സംസാരിച്ച് നിന്നു. സാൻഡി അപ്പോൾ ചാടി അപ്പുറത്ത് നിന്ന് നോക്കുകയാണ് ഉണ്ണിച്ചേട്ടനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പോയി ഞാൻ ഇല വെട്ടിക്കൊണ്ട് വന്നു നമ്മുടെ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇമ്പാക്റ്റിൻ്റെ വേ പ്രോട്ടീനൊക്കെ എടുത്തേ. പ്രോട്ടീനൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനുള്ള എഗ് വൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. എന്നിട്ട് പുഴുങ്ങിയ പഴം, പിന്നെ പയറ് പുഴുങ്ങിയത്, മുട്ടയൊക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മാളൂനെ കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുവിട്ടു കേട്ടോ. അപ്പോൾ പ്രദീപേട്ടനെ കയറി കണ്ടു. പിന്നെ കുറച്ച് സമയം പ്രദീപേട്ടനുമായിട്ട് ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അത്തീൻ കഴിച്ചേ. അത്തീനൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ചിക്കനും കാര്യങ്ങളും എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്ത് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് നേരെ മാളൂനെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കായംകുളത്ത് പോയേ. അവിടെ ഒരു വീട്ടിലൂണിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ആ പരിപാടി എല്ലാം കവർ ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉഷേമ്മയും എൽസി ചേച്ചിയും ജീമോൻ ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് മാളൂൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ ചോറും മീനും ഒക്കെ ആയിട്ട് ലഞ്ചും കാര്യങ്ങളും കഴിച്ചേ. പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി. അവരപ്പോഴത്തേക്കിനും എല്ലാം പോയി. പിന്നെ ഞാൻ സുനിയേട്ടൻ്റെ അവിടെ ചെന്നു. ചെന്നപ്പോഴത്തേക്കിനും അവരോട് ഒരു ചായ കുടിച്ചു. പിന്നെ നോമ്പിൻ്റെ കഞ്ഞിയൊക്കെ കുടിച്ചേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ജിമ്മിൽ പോയി. ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഡിന്നറും ഒക്കെ കഴിച്ച് കുറച്ച് സമയം ടിവിയും കണ്ടിട്ട് പോയി കിടന്നുറങ്ങി. ബൈ ബൈ.